നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുന്നു. അതിശക്തമായ ഭാഷയിൽ യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. സംഗതി ഫ്ലോറിൻ ബലോഗൻ വിഷയമാണ്. USA താരം ഫ്ലോറിൻ ബലോഗന് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ടീമിനെതിരെയുള്ള മത്സരത്തിനിടയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു. അതൊരു ഹാഷ് റെഡ് കാർഡാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സാധാരണ അങ്ങനെ എത്ര റെഡ് കാർഡുകൾ കിട്ടാറുണ്ട്? അത് കിട്ടിയാൽ മാൻഡേറ്ററി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മത്സരത്തിൻ്റെ സസ്പെൻഷൻ നിർബന്ധമായിട്ടും എല്ലാ താരങ്ങളും അനുഭവിക്കണം. അതിനേക്കാൾ 2-3 മത്സരത്തിലെ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും അത് പ്രൊബേഷനറി ഇയറൊക്കെ വെച്ചുകൊണ്ട് ആ സസ്പെൻഷൻ പിന്നെ സസ്പെൻഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ട്രംപ് ആവശ്യപ്പെട്ടു. അതോടുകൂടി ഫിഫ അത് മാറ്റി കൊടുത്തിരിക്കുന്നു. 1 ഇയർ പ്രൊബേഷൻ വെച്ച് കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്തെ പിടിച്ചു കുലുക്കിയതാണ്. ബെൽജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിനെതിരെ ശക്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അവരിപ്പോൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. കാരണം നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ബെൽജിയത്തിനെതിരെയാണ് USA കളിക്കാനുള്ളത്. ഇതിപ്പോൾ ട്രംപ് വിളിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത്, അതാണ് ഇതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ് പ്രശ്നം. നമ്മൾ വെറുതെ ഇങ്ങനെ വായു നടിച്ച് വിടുന്നതല്ല. ദി ഗാർഡിയൻ്റെ റിപ്പോർട്ടാണ്. വൈറ്റ് ഹൗസ് ലോബീഡ് ഫിഫ ടു ലിഫ്റ്റ് ഫ്ലോറിയൻ ബലോഗൻ സസ്പെൻഷൻ ഫോർ വേൾഡ് കപ്പ് ഗെയിം വേഴ്സസ് ബെൽജിയം എന്ന് കൊടുത്തത്. കഴിഞ്ഞോ? ഇല്ല. ഇന്ന് നമുക്ക് ന്യൂയോർക്കിൽ തന്നെ എടുക്കാം. ദി ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട്. ട്രംപ് ആസ്ക്ഡ് ഫിഫ ടു റിവ്യൂ US ടോപ്പ് സ്കോറർ സസ്പെൻഷൻ. ഹീസ് നൗ എലിജിബിൾ ടു പ്ലേ. നമ്മൾ ഇന്ന് രാവിലെ ഇത് വീഡിയോയിലൊക്കെ വെച്ചാൽ എന്നാലും കുറേ ആളുകൾ ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ട് വരുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ക്രിസ്ത്യാനോക്ക് റെഡ് കാർഡ് കൊടുത്തിട്ട് സസ്പെൻഡ് ചെയ്തില്ലേ, അപ്പോൾ പ്രശ്നമില്ലേ? ഇവിടെ ചെങ്ങായിമാരെ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. ഇനി വീണ്ടും അത് കമൻ്റ് ഇടാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വീണ്ടും പറയുകയാണ്. അതും ഇതും കൂടി യാതൊരുവിധ താരതമ്യവുമില്ല. അത് ക്രിസ്ത്യാനോക്ക് 3 മത്സരങ്ങളുടെ ബാന് കൊടുത്തതിൽ അഡീഷണൽ വന്ന 2 മത്സരങ്ങളുടേതാണ് ഈ പറയുന്ന രൂപത്തിൽ സസ്പെൻഡ് ചെയ്തത്. അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഒരു റെഡ് കാർഡ് കിട്ടിയാൽ ആക്ടിവേറ്റ് ആവുന്ന ഫസ്റ്റ് മാച്ച് സസ്പെൻഷൻ അല്ല. ഇവിടെ ആ ഫസ്റ്റ് മാച്ച് സസ്പെൻഷനാണ് മാറ്റി കൊടുത്തിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ യുവേഫയും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക. മനസ്സിലാക്കി പ്രതികരിക്കുക. യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്ന് പോകാം. യുവേഫ അതിശക്തമായ ഭാഷയിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഇത് എല്ലാ പരിധിയും ലംഘിച്ച ഒന്നാണ് എന്ന് തന്നെ യുവേഫ ഫിഫയ്ക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. ഇത് ഏത് രൂപത്തിലേക്ക് മാറും ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് തോമസ് ടുഷൽ ചോദിച്ചേ കേട്ടില്ലടോ. തോമസ് ടുഷൽ ചോദിച്ചത് ഈ കളിക്ക് ശേഷം. ഇംഗ്ലണ്ടിൻ്റെ കോച്ചേ, അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. ഏതായാലും ഇതാ യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റ്. യുവേഫ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി ബലോഗൻ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് യെസ്റ്റർഡേസ് ഡിസിഷൻ ടു സസ്പെൻഡ് ഫോർ എ പ്രൊബേഷണറി പീരീഡ് ഓഫ് എ ഇയർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി 1 മാച്ച് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ഫോളോയിങ് ദി റെഡ് കാർഡ് ഇഷ്യൂഡ് ടു ദി പ്ലെയർ ഫ്ലോറിൻ ബലോഗൻ ക്രോസ്ഡ് എ റെഡ് ലൈൻ. പരിധി ലംഘിച്ചിരിക്കുന്നു. നീണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാനതിൻ്റെ മലയാള വിവർത്തനം നിങ്ങളിലേക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഫ്ലോറിൻ ബലോഗൻ എന്ന കളിക്കാരന് ലഭിച്ച റെഡ് കാർഡിനെ തുടർന്ന് ഒരു മത്സരത്തിൽ നിന്നുള്ള ഓട്ടോമാറ്റിക് സസ്പെൻഷൻ നടപ്പിലാക്കുന്നത് 1 വർഷത്തെ പ്രൊബേഷൻ കാലയളവിലേക്ക് നീട്ടിവെക്കാനുള്ള ഇന്നലത്തെ തീരുമാനം എല്ലാ പരിധികളും ലംഘിക്കുന്നതായിരുന്നു. മറ്റേതൊരു കായിക വിനോദത്തെയും പോലെ ഫുട്ബോളും നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. ഈ നിയമങ്ങളാണ് നീതിപൂർവകവും സത്യസന്ധവും സുതാര്യവുമായ ഒരു മത്സരത്തിൻ്റെ അടിസ്ഥാനം. ചിലപ്പോൾ നിയമങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അതിന് പ്രസക്തിയില്ല. ഒരു റെഡ് കാർഡിന് ശേഷം ലഭിക്കുന്ന കുറഞ്ഞത് ഒരു മത്സരത്തിൻ്റെ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ എന്നത് ആരുടെയും വിവേചനാധികാരത്തിൽ വരുന്ന ഒന്നല്ല. മാത്രമല്ല അത് നടപ്പിലാക്കാൻ ഒരു പ്രത്യേക സമിതിയുടെ തീരുമാനവും ആവശ്യമില്ല. അത് നിയമങ്ങളിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു തത്വമാണ്. കണ്ടോ? ഇതാ നമ്മളും പറഞ്ഞത്. CR7 കാര്യത്തിൽ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ അല്ല മാറ്റിയത്. പിന്നെ ഡിസിപ്ലിനറി കമ്മിറ്റി കൊടുത്ത 2 മത്സരങ്ങളുടെ വീണ്ടും അഡീഷനായിട്ട് കൊടുത്തുള്ള സസ്പെൻഷനാണ് മാറ്റി പ്രൊബേഷണറി ആക്കിയത്. കണ്ടോ കാര്യങ്ങൾ മനസ്സിലാക്കി. അതാണ് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു. എ മിനിമം ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ഓഫ് 1 മാച്ച് ഫോളോയിങ് എ റെഡ് കാർഡ് ഈസ് നോട്ട് എ ഡിസ്ക്രിഷണറി ഓപ്ഷൻ ആൻഡ് ഡസ് നോട്ട് റിക്വയർ ദി ഡിസിഷൻ ഓഫ് എ കോമ്പിറ്റന്റ് ബോഡി to be enacted. It is a principle embedded in regulations. വളരെ കൃത്യമായിട്ട് യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റ് which cannot be made subject to exceptions എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയും. ഇതിൽ ഒരു ന്യായീകരണവുമില്ല. ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആരുടെയും വിവേചനാധികാരത്തിൽ പെടുത്തിയിട്ട് അത് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഇത്
നിയമങ്ങളിൽ വ്യക്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തത്വമാണ്. അതിൽ യാതൊരുവിധ ഇളവുകളും അനുവദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മറ്റു പല കളിക്കാരും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും തങ്ങളുടെ സസ്പെൻഷൻ കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്ത ഒരു ടൂർണമെൻറ്റിൻ്റെ മധ്യത്തിൽ വെച്ച് ഇത്തരം ഇളവുകൾ നൽകാൻ ഒട്ടും സാധ്യവുമല്ല. നിയമങ്ങളുടെ നിഷേധാർഢ്യം അതിൻ്റെ കാവൽക്കാർ തന്നെ ഉറപ്പു നൽകാതെ വരുമ്പോൾ ആ കളിയുടെ സുതാര്യത അപകടത്തിലാവുകയും ടൂർണമെൻറ്റിൻ്റെ വിശ്വാസ്യത തകരുകയും ചെയ്യുന്നു. യെസ്, വേൾഡ് കപ്പിൻ്റെ വിശ്വാസ്യതയാണ് ഇവിടെ തകരുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ യുവേഫയുടെ സ്റ്റേറ്റ്മെൻറ്റ്. വെൻ ദി certainty of rules is no longer guaranteed by its guardians, the integrity of the game is at stake and the credibility of a competition is undermined എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ വിശ്വാസ്യത, സുതാര്യത ഒക്കെ അപകടത്തിലാവുകയാണ്. അതുപോലെ തന്നെ ഈ തീരുമാനം നിലവിലുള്ള ടൂർണമെൻറ്റുകളിൽ മോശം കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു. കാരണം സമാനമായ സാഹചര്യങ്ങളിൽ ഇനിയിപ്പോൾ തുല്യമായ പരിഗണന നൽകേണ്ടി വരും. അത് ടൂർണമെൻറ്റ് ദോഷമായി ഭവിക്കും. ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കായിക വിനോദമാണ്. കാരണം അത് മനോഹരമായ ഒരു കളിയാണ്. ഒപ്പം എല്ലായിടങ്ങളിലും ഒരേ നിയമങ്ങളോടെ കളിക്കുന്നതിനാൽ അത് വിശ്വസനീയവുമാണ്. ഒരു ടൂർണമെൻറ്റും ഒരിക്കലും തികച്ചും ഒറ്റപ്പെട്ട ഒന്നല്ല. അത് ലോകകപ്പ് പോലുള്ള വലിയൊരു ടൂർണമെൻ്റ് ആണെങ്കിൽ കളിയെ മൊത്തത്തിൽ നല്ല രൂപത്തിലോ ചീത്ത രൂപത്തിലോ സ്വാധീനിക്കാനുള്ള കരുത്ത് അതിനുണ്ട്. അഭൂതപൂർവവും അവിശ്വസനീയവും ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തതുമായ ഈ തീരുമാനത്തോടുള്ള ഞങ്ങളുടെ അവിശ്വാസവും പ്രതിഷേധവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഫിഫയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, വി എക്സ്പ്രസ് അവർ ഡിസ്ബിലീഫ് അറ്റ് സച്ച് ആൻ അൺപ്രസിഡന്റഡ്, ഇൻകോംപ്രഹെൻസിബിൾ ആൻഡ് അൺജസ്റ്റിഫയബിൾ ഡിസിഷൻ. യുവേഫയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.